ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉള്ളിവട റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. കുറച്ചൊരു വെറൈറ്റിയിലാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ കുറച്ച് സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും സബോള എടുക്കുക. ഈ ഒരു പലഹാരത്തിന് നമുക്ക് സബോള പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമുക്ക് ഇഷ്ടം അനുസരിച്ച് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള സബോള എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലുള്ളത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നില്ല. ഈ ഒരു ഉള്ളിവടയ്ക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്തിട്ട് ബാക്കി മാറ്റുകയാണ്. ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ഉള്ളിയുടെ അളവ് ഏകദേശം ഒരു 4 or 5 ഒക്കെ ഉണ്ടാവും. ആ ഒരു കണക്കിനാണ് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ അളവും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എരിവിന് വേണ്ടിയിട്ട് അതുപോലെ നല്ലൊരു മണത്തിനൊക്കെ വേണ്ടി ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, മല്ലിയില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് 1 സ്പൂൺ അളവിൽ. ഇനി ഇതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. അടുത്തതായി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലവർ പൊടിയാണ്. കോൺഫ്ലവർ പൊടി ഈ ഒരു കപ്പ് നിറയെ എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവാണിത്. കോൺഫ്ലവർ പൊടിക്ക് പകരം അരിപ്പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ മുളക് പൊടി, 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല, പകുതി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ച് നോക്കുന്നുണ്ട്. പോരാങ്കിൽ മാത്രം ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് കുഴച്ച് നോക്കിയപ്പോൾ പോരാതെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേറെ വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഇത്ര മാത്രം മതി. നമ്മുടെ ഈ ഒരു മിക്സ് നല്ല ലൂസ് ആവുകയും ചെയ്യരുത്, നല്ല ടൈറ്റും ആവരുത്. ഒരു ഇടത്തരം പരുവത്തിൽ ഇത് റെഡിയായി കിട്ടണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ നല്ല പോലെ ഇത് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ കുറച്ചൊന്ന് വെള്ളത്തിൽ തൊട്ടെടുത്തതിന് ശേഷം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ കൈയുടെ ഉള്ളംകൈയിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ഇതിനെങ്ങനെ പ്രത്യേക ഷേപ്പും ആകൃതിയും വേണമെന്നൊന്നുമില്ല. വെറുതെ നുള്ളി എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി ഇട്ട് കൊടുക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നമ്മുടെ കൈയുടെ ഉള്ളംകൈയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു ഉള്ളിവടയുടെ ഒക്കെ ആ ഒരു ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്കിന്റെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റീലിന്റെയോ അലുമിനിയത്തിന്റെയോ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ അടി കരിഞ്ഞു പോകും. ഇപ്പം ഇതിൻ്റെ എല്ലാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് മീഡിയം ഫ്ലെയിമിലാണ്. ഇത് എത്രയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് അത്രയും സമയം വരെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്, അപ്പോൾ അതിൻ്റെ പരുവം തെറ്റും. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിച്ചിട്ടുമില്ല. ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവട റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.